അയ്യപ്പൻ ചേട്ടാ, പിണറായിയുടെ ഗതി അധോഗതിയാണോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. നേരത്തെ ഒരുപാട് വട്ടം ഈ ചോദ്യം ഉയർന്നിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം അതാ SFIO അന്വേഷണം ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നിട്ടുണ്ടായി ഹർജിയുമായിട്ട്. അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് തള്ളിയിരിക്കുക. അതെ, സ്റ്റേ ഹർജി തള്ളിയിരിക്കുന്നു. അതെ, അത് ഗൗതം, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് രാഷ്ട്രീയമായിട്ട് നിരവധി ശത്രുക്കളുണ്ട്. രാഷ്ട്രീയ ശത്രുക്കൾ നിരവധിയുള്ളൊരു നേതാവാണ്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അവസരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൾ SFIO അന്വേഷണം നേരിടുന്നു. കമ്പനി ആക്ട് അനുസരിച്ചുള്ള SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരാണ്. അത് അങ്ങനെയൊന്നും ഇങ്ങനെ സീരിയസ് ഫ്രോഡുകാരൊന്നും ഒരു കമ്പനിയുടെ കേസ് അതിന് പല ഘട്ടങ്ങളുണ്ട്. കമ്പനി ഓഫ് രജിസ്ട്രാറൊക്കെ അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ഈ സീരിയസ് ഫ്രോഡിലൊക്കെ എത്തുന്നത്. കമ്പനി രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ എന്ന നേതാവ് അതിന് ഒരു പടിയിറക്കത്തിലേക്ക് പോകുന്നതിന് തുടക്കമാകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. കാര്യം ഇതുവരെ ഒരു ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിൽ BJP. കാര്യം കേന്ദ്രം ഭരിക്കുന്നത് BJPയും കേരളത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആവുമ്പോൾ കേന്ദ്രത്തിലുള്ള പാർട്ടിയുടെ കേരള ഘടകത്തിലെ സുരേന്ദ്രനെ പോലെയുള്ള മുരളീധരനെ പോലെയുള്ള നിരവധി നേതാക്കൾക്ക് കേസും കാര്യങ്ങളും, കൊടകര മുതൽ അങ്ങേയറ്റം മുരളീധരന്റെ വിദേശത്തുള്ള സമ്പാദ്യത്തിന്റെ വിഷയം വരെ ഇവിടെ കേരള നേതാക്കൾക്ക് ഇവിടെ കേസുണ്ട്. നിരവധി കേസുകളുണ്ട്. ഈ കേസുകൾ ഒക്കെ തന്നെയും ഇവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു റെഡ് സിഗ്നൽ കാണിക്കുന്ന പോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പറഞ്ഞിട്ട് പോലീസുകാർ കൊടകര കേസിന്റെ അന്വേഷണം കുറ്റപത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ കുറ്റപത്രം കൊടുക്കുന്നു, തൃശ്ശൂർ പൂരം കലക്കി തന്നെ കൊടുക്കുന്നു. അവർ BJPയുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കും. സുരേന്ദ്രനെ ഒന്ന് വരട്ടും, സുരേന്ദ്രൻ തിരിച്ച് കേന്ദ്രത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ മകളുടെ കേസ് ഇപ്പം കരുവന്നൂർ പറയും. അങ്ങനെ അങ്ങോട്ട് ഒരു ഗോൾ ഇവിടെ അടിക്കുമ്പോൾ നമ്മൾ ഫുട്ബോളിൽ ഒരു ഗോൾ അവിടെ ഒരു ഗോൾ ഇവിടെ സമാസമം, അപ്പൊ ഈക്വൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു രാജീവ് ചന്ദ്രശേഖർ, RC വരുന്നു. RC വന്ന് ചാർജ് എടുക്കുന്നു. എങ്ങനെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരോ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോ ആരും വിചാരിക്കാത്ത രീതിയിൽ BJP ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് ഒരു അന്ത്യം ഉണ്ടാകും. ആ അന്ത്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മധുര പാർട്ടി കോൺഗ്രസിൽ പർപ്പസ്ഫുള്ളി പ്ലാൻഡ് ആയിട്ട് 2-ാം ദിവസം ഈ പറയുന്ന ഈ SFIO അന്വേഷണത്തിൽ കൊണ്ടുവന്നതാ, ഇംപ്ലിമെന്റ് ചെയ്തു തന്നെയാണ്, അങ്ങനെ കൊണ്ടുവന്നത് തന്നെയാണ്. കാര്യം പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയിലെ കേരള ഘടകത്തിൽ മാത്രം ഈ കളി നീക്കേണ്ട, മൊത്തത്തിൽ ഇന്ത്യയിൽ അറിയട്ടെ എന്നുള്ള രീതിയിലേക്കാണ് മൊത്തത്തിൽ പാർട്ടിക്കാർ. അതായത് ചേട്ടൻ പറഞ്ഞു വരുന്നത് നേരത്തെ ഈ സുരേന്ദ്രനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പിണറായിയുമായിട്ടൊരു ഡീലുണ്ട്, ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു, ചെറുതല്ല, നല്ലൊരു കൂട്ടുകച്ചവടം. അതെ, അത് രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി അത് അങ്ങ് പൊളിഞ്ഞു. ഒരു ബൈ പ്രൊഫഷണൽ ആണല്ലോ അദ്ദേഹം. ബൈ പ്രൊഫഷണലായി അദ്ദേഹത്തിന് ഇവിടെ പിണറായിയെ സൂചിപ്പിച്ചിട്ടോ EP ജയരാജനും അദ്ദേഹവുമായിട്ട് ഒരു ഏതോ ഒരു കമ്പനി ലീസ് എടുത്തതിൽ എന്തോ വൈദേഹി റിസോർട്ട് എന്തോ അങ്ങനെ എന്തൊക്കെയോ, അതൊക്കെ ബിസിനസ്സാണ്. അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. ആ ബിസിനസ് കാര്യത്തിൽ ഒരുപാടൊന്നും ഡീപ്പായിട്ടൊന്നും ഇവർക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു സംഗതി കൂടെ ഉണ്ട്. വരാൻ പോകുന്ന ഒരു തദ്ദേശ ഇലക്ഷനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് ഏർപ്പെടുത്തി ഇപ്പം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ചത് ലോക്സഭയിൽ ശശി തരൂരിനെതിരെ സ്ഥാനാർത്ഥിയാകുമ്പോഴത്തേക്ക് ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് ആട്ടോ ഡ്രൈവർമാർ ചോദിക്കുമായിരുന്നു. ഇത് ഏത് BJPക്കാരൻ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2-ാം സ്ഥാനത്താണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. വെറും തുച്ഛമായ 8000 വോട്ടിനാണ് അദ്ദേഹം 2-ാം സ്ഥാനത്ത് അദ്ദേഹം എത്തി. അപ്പൊ അദ്ദേഹം കഴിവില്ലാത്തോണ്ടല്ല, എന്റെ രാഷ്ട്രീയം തീർത്തും വ്യത്യസ്തമാണ്, എങ്കിലും അദ്ദേഹം കഴിവുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹം ഇത് വരുമ്പോ തദ്ദേശ ഇലക്ഷനിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് BJPയുടെ ഒരു ആവശ്യമാണ്. ഈ പറയുന്ന ഒരു ടെമ്പോ, ഈ പറയുന്ന പിണറായി വിജയനെതിരെയുള്ള മകളുടെ ഈ അന്വേഷണത്തിലെ ടെമ്പോ ഇനി വരുന്ന മാസങ്ങളിൽ ഇതിനേക്കാളും പീക്കായിട്ട് നിൽക്കും. കാര്യം തദ്ദേശ ഇലക്ഷനാണ് വരുന്നത്. BJPക്ക് അവരുടെ അടിത്തറ പാകണമെങ്കിൽ CPM തകരണം. കോൺഗ്രസ് ഇവിടെ അവർക്ക് വിഷയമല്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നേ ആയിക്കഴിഞ്ഞു. കോൺഗ്രസ് തീർന്നു. സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വേണ്ട, തമ്മിലടിക്കുന്നവർ ആർക്ക് വേണം? ഇവിടെ ശക്തമായ എത്ര പ്രക്ഷോഭം ഇവിടെ നടന്നിട്ടുണ്ട് ഗൗതം, പറ, എത്ര പ്രക്ഷോഭം ഈ ഭരണശേഷം. നേരെ മറിച്ച് കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചെങ്കിൽ ഇവിടെ DYFIക്ക് സമയം ഉണ്ടാവുന്നു, ബാൻഡുള്ള സമയം ഉണ്ടാവില്ല, സമരം വിളിക്കാനും നേരം ഉണ്ടാവും. പിണറായി സർക്കാരിന്റെ ആദ്യ ഭരണ സമയത്തൊക്കെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലൊക്കെ പല ആരോപണങ്ങളും ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പല വിഷയങ്ങളും അത്തരത്തിൽ. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. അതല്ല, കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തില് വലിയ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കിറ്റിന്റെ ഒക്കെ സ്വഭാവത്തിൽ വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വരുന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു തരത്തിലുള്ള ഒരു ഉഷാറ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് പലതും
ഒരു ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് പല വിഷയങ്ങളും ഇപ്പോൾ CPM ആണ് പ്രതിപക്ഷത്തിരുത്തെങ്കിൽ കേരളം മുഴുവൻ ചർച്ചയാക്കുന്ന കത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കാത്തതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും വിഷയമായിട്ട് വരുന്നത്. ഒരു മൃദു സമീപനം കോൺഗ്രസ് എടുക്കുന്നു പല വിഷയങ്ങളും. മൃദു സമീപനമല്ല ഗൗതം. ഇതിനകത്ത് എനിക്ക് തോന്നിയ ഗൗതം ഈ രണ്ടാമത്തെ ഭരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കോവിഡ് പോലെയുള്ള വിഷയങ്ങളിൽ അത് CPM എന്ന് പറയുന്ന പാർട്ടി ഒരു കേഡർ പാർട്ടിയാണല്ലോ. അവരെ സംബന്ധിച്ച് താഴെത്തട്ട് മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഇപ്പൊ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയുടെ വെറും ഒരു സംസ്ഥാന സെക്രട്ടറി അല്ല. ഗോവിന്ദനെ പോലെയോ അല്ലെങ്കിൽ മുമ്പുള്ളവരെ നമുക്ക് പറയാൻ പറ്റില്ല, ചടയനെ പോലുള്ള പഴയ ആൾക്കാരെ പറയാൻ പറ്റില്ല. ഗോവിന്ദനെ പോലെ ഒരിക്കലും കൊടിയേരിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കൊടിയേരിയേക്കാളും മികച്ചൊരു പാർട്ടി സെക്രട്ടറി തന്നെയായിരുന്നു പിണറായി വിജയൻ. കാര്യം 15 കൊല്ലം പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിന്നെ ഗൗതം ഒരു പാർട്ടി മെമ്പർ ആണെങ്കിൽ ഇന്ന ബ്രാഞ്ചിലെ പാർട്ടി സെക്രട്ടറിയാണ് ഗൗതമെങ്കിൽ ഗൗതമിന്റെ പേര് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഗൗതം അദ്ദേഹത്തിനോടൊരു കാര്യം ഇന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ബ്രാഞ്ചിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്ന രീതിയിൽ നമ്മുടെ ബ്രാഞ്ചിൽ ഇന്നൊരു വിഷയമുണ്ടെന്ന് ചെവിയിൽ പറഞ്ഞാൽ അദ്ദേഹം തലയാട്ടിയാൽ അതിന് ഉത്തരം അദ്ദേഹം ചെയ്തിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. അത്തരത്തിലൊരു അഡ്മിനിസ്ട്രേറ്റർ, ആ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനാണ് അദ്ദേഹത്തിന്റെ അല്ല ഈ പാർട്ടിയുടെ അഡ്മിനിസ്ട്രേഷനാണ് കോവിഡ് കാലത്ത് അവർ ചെയ്തത്. പിന്നെ 2 മാധ്യമ വിചാരണ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ അല്ലാത്ത കേസുകളിൽ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് വിരോധം എന്ന് വെച്ചാൽ കടക്ക് പുറത്ത് എന്നൊരു പ്രയോഗം മുതൽ തന്നെ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളുടെ പരിലാളനയിൽ താല്പര്യമില്ല. പിണറായി വിജയൻ ഒരിക്കലും മാധ്യമങ്ങളുടെ പരിലാളന, ഞാൻ പിണറായിയുടെ ഫാനൊന്നുമല്ല, ഞാനൊരു മാധ്യമ നിനക്കറിയാവുള്ളൂ നമ്മൾ എത്രയോ കൊല്ലം എവിടെയോ ഒരു പിണറായി സ്നേഹം ഇല്ല, ഒരിക്കലുമില്ല. കുറച്ചു കാലം മുമ്പ് ഒരിക്കലുമില്ല. ഇത് ഞാൻ ഈ പറയുന്ന ഇത്രയേ ഉള്ളൂ. മാധ്യമ വിചാരണയിൽ അദ്ദേഹം അതിജീവിച്ചു. 2 ഈ കോവിഡ് കാലത്തെ പ്രവർത്തനം. 3 ജനങ്ങൾക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഗൗതമും ഈ ഞാനും നമ്മൾ അടങ്ങുന്ന ചില സോഷ്യൽ മീഡിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് നമുക്ക് വിഷയങ്ങൾ അറിയാം. കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളോ അദ്ദേഹം ചെയ്തതോ ഒക്കെ അറിയാം. പക്ഷെ സാധാരണക്കാരന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് പറയുന്ന പോലെ റേഷൻ വാങ്ങിക്കുന്നവർക്ക് റേഷൻ കിട്ടണം, പെൻഷൻ കിട്ടുന്നവർക്ക് പെൻഷൻ കിട്ടണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വരവ്, ആ വരവാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു രക്ഷകനായിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് കേരളത്തിന്റെ രക്ഷകനെന്നല്ല, അവരുടെ മുന്നിൽ ഇനിയുള്ളത് ഒരു തദ്ദേശ ഇലക്ഷനാണ്. ഈ തദ്ദേശ കേരളത്തിന്റെ രക്ഷകൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് ജനങ്ങള് ഈ മാറിയിട്ടുള്ള ഭരണം ഒന്നും ഇല്ലാതായിട്ട് BJP അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു ശതമാനം ആളുകൾ. പക്ഷേ ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ വോട്ടുകൾ പലപ്പോഴും സ്പ്ലിറ്റ് ആയി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന BJP ഭരണം എന്ന് പറഞ്ഞ് BJPയോടുള്ള ഇഷ്ടമല്ല. അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ തമ്മിൽ ഭേദമായിട്ട് കള്ളത്തരങ്ങൾ വെട്ടിപ്പ് ഒന്നും ഇല്ലാത്ത. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിലാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഇനി ഇപ്പോൾ ചിലപ്പോൾ അടുത്ത ടൈമിൽ നഗരസഭയുടെ മേയർ ഒരു BJPക്കാരനാകില്ലെന്ന് ആര് കണ്ടു? നഗരസഭയിൽ എത്ര കൗൺസിലർമാർ BJPയുടെ ഉണ്ടെന്നറിയാമോ? പണ്ട് BJP സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഇവിടെ കളിയാക്കി ചിരിച്ചിരുന്നവരാണ് തോക്കാൻ വേണ്ടി നിൽക്കണം. ഇന്നിപ്പോ അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ഒരു കാര്യം പറയാം, ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഇത് വല്ലതും നടക്കൂ, നിങ്ങളിത് കുറെ കാലമായാലും പറയാൻ തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വരുന്നു, മുഖ്യമന്ത്രിയുടെ മകളെ ഇപ്പൊ പിടിക്കും, നാളെ പിടിക്കും, മറ്റന്നാൾ പിടിക്കുന്നു, എന്നിട്ട് ഇത് പിടിക്കുന്നത് കാണുന്നില്ലല്ലോ. അപ്പൊ ആളുകൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് മടിയിൽ കനമുള്ളവർ ജയിലിലേക്ക് പോകണം, കയ്യിൽ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കേരളത്തിലെ ഒരു വലിയ പൊതുമനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്, പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പൊ അതിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളാണോ നിലവിൽ ഇപ്പോ ഹൈക്കോടതി ഈ സ്റ്റേ റദ്ദാക്കിയതോടെ, ഡൽഹി ഹൈക്കോടതി സ്റ്റേ റദ്ദാക്കിയതോടെ കാണാൻ വേണ്ടി സാധിക്കുക? ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയിപ്പോ ED അന്വേഷണം വരുന്നു, പിറകെ CBI. അതായത് നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളൊരു ഒരു അല്പം സാഹിത്യം കണ്ടെത്തി പറയുകയാണെങ്കിൽ എന്തിനും ഒരു അവസാനം വേണം. അതിങ്ങനെ ഒരു ആളിക്കത്തുന്ന തീയായാൽ അതിനൊരു അവസാനം അതൊന്ന് കെട്ടുപോകേണ്ടി വരും, അത് കെടേണ്ടി വരും. അപ്പോൾ ഇത് ഈ പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം ഈ 2ാം തവണ കൂടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകള് ഇതേപോലെ ഒരു വലിയ വ്യവസായിയുടെ കയ്യിൽ നിന്ന് കാരണമില്ലാതെ കാശ് കൈപ്പറ്റുമ്പോൾ അത് എന്ത് കാര്യത്തിനെന്നുള്ള സീരിയസ് ഫുൾ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞ ചില്ലറ സംഗതിയല്ല. ഇവര് ന്യായീകരണമായിട്ട് ഉദ്ദേശിക്കുന്നത് മാത്യു കുഴൽനാടൻ കോടതിയിൽ പോയി അതിന് റദ്ദാക്കി വിജിലൻസ് അന്വേഷണം. അത് ഗൗതമൻ അറിയോ?
ഇവിടുന്ന് കേരള പോലീസ് കൊടുക്കേണ്ട എന്ത് ഉണ്ടയാണ് ഈ അന്വേഷണത്തിന് ഈ ചെറുപ്പക്കാരന് കൊടുത്ത കോൺഗ്രസ്സുകാർ? ഗിരീഷ് ബാബു പോയി, അതായത് ഇപ്പൊ മരണപ്പെട്ടു. ഗിരീഷ് ബാബു അന്വേഷിക്കാൻ കളമശ്ശേരി കോടതിയിൽ ഞാനും ഗൗതമും ഒരു പേപ്പർ കൊടുക്കുമ്പോൾ കോടതിക്ക് വേണ്ടത് വിത്ത് എവിഡൻസ് ആണ്. ആ എവിഡൻസ് ഇവിടുന്ന് കൊടുക്കേണ്ട ഇവിടുത്തെ കേരള പോലീസാണ്. അതായത് ഇവിടുത്തെ അധികാരി വൃന്ദം ഈ ഭരണകൂടത്തിനനുസരിച്ച് മാത്രം വിധി എഴുതുന്നവരാണെന്ന്. അങ്ങനല്ല, വിധി ഭരണകൂടത്തിന് വേണ്ടി കാൽനക്കൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവര്. നമുക്ക് ഇത്രേ പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്കിതിനെ പ്രതീക്ഷിക്കാവൂ. കാര്യം മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ്സുകാരൻ ഇതിൽ പെട്ടുപോയതാണ്. കാര്യം അദ്ദേഹത്തിന്റെ തലപ്പൊക്കമുള്ള, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തലപ്പൊക്കമുള്ള നേതാക്കള് കൈക്കൂലി വാങ്ങിച്ചു തരായിട്ട് ഡയറിയിലുണ്ട്. OC PV അതാരാണ്? അതാണ് ഇപ്പൊ PV ആണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്, സതീശന്റെ പേര് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഈ കേസ് ഇപ്പോൾ ഊർജ്ജപ്പെട്ടിരിക്കുന്ന പോലെ അടുത്ത തദ്ദേശ ഇലക്ഷൻ വരെ എന്തായാലും അവസാനമായിട്ട് ജനങ്ങൾക്ക് ഇതാണ് അറിയേണ്ടത്. ധാതു സമ്പത്ത്, കേരളത്തിന്റെ ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്തതിന്റെ ഭാഗമായിട്ടാണോ മാസപ്പടി എന്ന നിലയിൽ 2,70,00,000 രൂപ കിട്ടിയത്? ഇതല്ലേ അവസാനമായിട്ട് ജനങ്ങൾക്ക് അറിയേണ്ടത്. ഗൗതം എന്നോട് ചോദിച്ചു, ചേട്ടൻ ഒരു ഫാനാണോ എന്നൊക്കെ. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ഫ്രോഡ് പണിയാണ് ഇപ്പൊ ഈ പറഞ്ഞ കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ട് കർത്ത എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ മുന്നിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചെയ്തു. അതിൽ പറയുന്ന അവിടെ എത്രയോ കാലമായിട്ട് ഇപ്പോഴും ആളുകൾ സമരത്തിലിരിക്കുക ആണല്ലോ. അപ്പൊ ഇതിൽ ഇത്രേ നമുക്ക് ചുരുക്കെടുത്തുള്ളൂ. കേന്ദ്രം ഈ കേസിൽ പിടിമുറുക്കിയിരിക്കുന്നു. കേന്ദ്രത്തിന്റെ പിടിമുറുക്കൽ പഴയതുപോലെ അല്ല. പിണറായി വിജയനും സുരേന്ദ്രനും ഇവിടെ കളിച്ചിരുന്ന പോലെ അല്ല. എന്തുകൊണ്ട് അമിത്ഷാ അടങ്ങുന്ന, നരേന്ദ്രമോദി അടങ്ങുന്ന BJPയുടെ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് അയച്ചു എന്ന് ചോദിച്ചാൽ കളികൾ പലതും നമ്മൾ ഇനി കാണും. തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ, അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയല്ല ഇപ്പോൾ ഉള്ളത്. പിണറായി വിജയൻ എന്നൊരു മുഖമാണ് ഇപ്പോൾ ഈ പാർട്ടിക്കുള്ളത്. ആ മുഖം ഇങ്ങനെ എന്താ പറയുക, ഒരു മെഴുകുതിരി ഉരുകി പോകുന്നത് പോലെ ഉരുകി പോകുന്നത് കാണാം. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനാണോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണോ എമ്പുരാൻ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.